ഹലോ, നല്ല നമസ്കാരം. ലോക ചാപ്റ്റർ 2 സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, കണ്ടിട്ട് ബാക്കി തള്ളുകൾ തള്ളാം. എടോ, എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണോ? എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ താല്പര്യമില്ല. അതാ നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാണോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സാണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണാണ്. കോപ്പാണ് ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? വെള്ളവടിയാണല്ലോ. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയും കാട്ട് നീരി ഫണ്ണാണല്ലോ. ചാപ്റ്റർ 2 ഞാനാ മോനെ. തന്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ പറ്റിയത് താല്ലടോ? സത്യമാ? അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നേ. അതുകൊണ്ട് ചോദിച്ചാൽ അതിനൊക്കെ ഇപ്പൊ എന്താ വേണ്ട? എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? പുള്ളി എന്റെ അത്ര ഫണ്ണല്ല, ചില വയലന്റാ. അറിയാം. മൂത്തോന് തന്നെയാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാൾക്ക് കൂട്ടം ജാടയാണ്. വരാന്ന് പറയണോ? അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനെന്ന് പറയണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാൻ താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാരെ തന്നെ കൊണ്ടുവരും. നമുക്ക് നോക്കാം. അവൻ വരും, ചാത്തന്മാർ കൊണ്ടുവരും. ഇത് ലോക ചാപ്റ്ററിന്റെ 1 സീനാണല്ലോ. അല്ല, മഞ്ഞ, ഇത് ചുവപ്പ്. ഓക്കെ, എങ്ങനെയുണ്ട്? കാണാത്തവരാദ്യം കാണണം, കണ്ടിട്ട് വേണം പിന്നെ ഞാൻ പറയുന്ന എൻ്റെ തള്ളുകൾ കേൾക്കുക. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒടിയവാൻ എപ്പോഴോ വന്ന് കയറും എന്നാണ് തോന്നുന്നത്. ചാത്തൻ്റെ കൂടെ എപ്പോഴെങ്കിലും വന്ന് കയറിയല്ലേ പറ്റത്തുള്ളൂ. കാരണം ഗസ്റ്റ് റോളിലെങ്കിലും ചാപ്റ്റർ 2 ഓഡിയൻ വരും, ദുൽഖർ വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചന്ദ്രയിൽ 1ാമത്തെ പാർട്ടിൽ കണ്ട ചില സാധനങ്ങളുണ്ടല്ലോ, ആ ടൈറ്റിൽ കാർഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന കുറേ ഗ്രാഫിക്സിൻ്റെ കുറേ സാധനങ്ങൾ, ആ സാധനം എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. കുറേ സാധനങ്ങൾ, അതിൽ കുറേ ഗെയിമിംഗ് ഉണ്ട്, ചില സാധനങ്ങളുണ്ട്. ആ ഗെയിമിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം ഈ ആ ചീട്ട് എടുത്ത് എറിയുമ്പോൾ തന്നെ ദുൽഖർ അതിനെ വെട്ടി 2 പീസാക്കുന്നുണ്ട്. ഇതേ സെയിം സാധനം ഇത് ഈ ടൈറ്റിൽ കാർഡിൽ ലോഗോ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സാധനത്തിൽ വന്നിട്ടുണ്ട്. കണ്ടോ? എത്ര പേര് ശ്രദ്ധിച്ചൊന്നും അറിയത്തില്ല. പിന്നെ അതോടൊപ്പം തന്നെ കുറേ ചാത്തന്മാർ, 139 ചാത്തന്മാരും ഉണ്ടെന്നാണ് പിന്നെ ടൊവീന പറയുന്നത്, മൈക്കിൾ പറയുന്നത്. ആ മൈക്കിൾ പറയുന്ന ആ 139 ചാത്തന്മാരും ഒരു പക്ഷേ ഇതിൽ വന്നു പോകാം. ഇതൊക്കെ ചെയ്യുന്നത് മിക്കവാറും ടൊവീന തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡും പോസിറ്റീവ് ഷെയ്ഡും രണ്ടും ചെയ്യുന്നത് മച്ചാനായിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, എന്നെപ്പോലെ അത്ര ഫണ്ണല്ല, ഗെയിമിങ്ങും ഇതും ചെയ്യുന്ന ഒരാളല്ല ചേട്ടൻ, ഇത്തിരി ആള് പെശകാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ചാത്തൻ പറയുന്നുണ്ട്, ഒടിയൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ എന്തിനാണ് ഞാൻ പുല്ല് ഇടപെടുന്നത് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ടൊവിന തന്നെ ആയിരിക്കും രണ്ട് റോളും ചെയ്യുന്നത്, നെഗറ്റീവും പോസിറ്റീവും. മൈക്കിളും അതോടൊപ്പം തന്നെ ചാത്തനുമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡും ചെയ്യുന്നത് ഇയാൾ തന്നെ ആയിരിക്കുമെന്നത് യാതൊരു സംശയമില്ല. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇവരെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ ഈ ആൾ വരുന്നത്. ആര്? ചാത്തൻ. നെഗറ്റീവ് ഷെയ്ഡുള്ള ചാത്തൻ വരുന്നത് ആരെ? മൂത്തോടെന്നെയും ഈ മൈക്കിളിനെയും തേടിയിട്ടാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ മമ്മൂട്ടിയുടെ എൻട്രി കൂടി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചാത്തനോടൊപ്പം തന്നെ ഓടിയനുണ്ടാവും, ചിലപ്പോൾ മൂത്തേടനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ രണ്ടുപേരെയും പിന്നെ ചാത്തനെയും മൂത്തേടനെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് പിന്നെ മൈക്കിളിൻ്റെ ബ്രദർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ചിലപ്പോൾ മമ്മൂട്ടിയും വരാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഈ സിനിമ വേറെ റേഞ്ച് ആയിരിക്കും എന്നൊരു യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഒരുപക്ഷെ ഐമാക്സ് DMRൻ്റെ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ കിടിലം സിനിമയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ തന്നെ വരണം. കാരണം ഈ ലോക ചാപ്റ്റർ 1 കിട്ടിയ ആ ഒരു സ്വീകാര്യത, ഇന്ത്യൻ സിനിമാ ലോകത്ത് കിട്ടിയ ആ ഒരു സ്വീകാര്യത, അത്രയും പ്രതീക്ഷ കൂടി മലയാളികൾ മാത്രമല്ല മറ്റുള്ളവരും വളരെയധികം പ്രതീക്ഷ കൂടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ ഇറക്കാനാണ് എൻ്റെ ഒരിത്. പിന്നെ മൈക്കിൾ, ലോക ചാപ്റ്റർ 2 മൈക്കിളായിരിക്കാനാണ് സാധ്യത. പേര് അങ്ങനെ തന്നെ ആവാൻ സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അതിന് കട്ട വെയിറ്റിംഗ് ആണ് മോനെ. ഇതിൻ്റെ സീന് കണ്ടല്ലോ. ഇത് രണ്ടുപേരും കൂടുതൽ വെള്ളം അടിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. ഇതിൽ വേറൊരു സാധനം കൂടി പറയുന്നുണ്ട്. അതാണ് എനിക്ക് ചിരി വരുന്നത്. നമ്മുടെ ഹിറ്റ്ലറിനെ കൊന്നത് നീയല്ലേ എന്ന് ഒരു ചെറിയ ഹിൻ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കൂടി വരും. ഇനി പിന്നെ ഈ ബുക്കിൽ ചാപ്റ്റർ 2 എന്നെയാണ് കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്തോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ആ ബുക്കിൻ്റെ ഡീറ്റെയിൽ കൂടി ഇനി വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിലായിരിക്കും ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ എൻഡ് ചെയ്യാൻ സാധ്യത കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും കട്ട വെയിറ്റിംഗ് ആണ് സാധനത്തിന് വേണ്ടി. ഞാൻ ലൊക്കേഷൻ്റെ ആ യൂണിവേഴ്സിലേക്ക് കുറച്ച് ചാടിയിട്ട് പിന്നെ തിരിച്ച് ഞാൻ ജമ്പ് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ലോകയുടെ പിന്നാലെയാണ്. എനിക്ക് ഈ യൂണിവേഴ്സിൽ കുറേ ചാപ്റ്ററിൽ 5 ചാപ്റ്റർ ഉണ്ടെന്നാണല്ലേ പറയുന്നത്. അതിനോടൊപ്പം ട്രാവൽ ചെയ്യാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ കട്ട വെയിറ്റിങ്ങിലാണ്. ഓക്കെ, താങ്ക് യു.